ബോസേ ഞാൻ അങ്ങോട്ട് വരണം. അല്ലോട്ടെ, ഞാൻ അങ്ങോട്ട് വരും. ബോസ്, എനിക്കൊരു കാര്യം പറയണുണ്ട്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ കുറിച്ച് പറയാനാണ് ഞാനും അതിനെ കുറിച്ച് പറയാൻ തരുന്നത്. ക്രിസ്ത്യൻ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്തോ പരിപാടി കാണിച്ചത്. ആ കൊച്ചിൻ്റെ അടുത്തൊന്നും മൈൻഡ് പോലും ചെയ്തില്ല തുടങ്ങി. അവർക്ക് തന്റെ അടുത്ത് സംസാരിക്കണം, ഒരു പേഴ്സണൽ സ്പേസ് ഒരിക്കൽ. ഞാൻ പറയട്ടത്, അയാൾക്ക് തന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഒരു പേഴ്സണൽ സ്പേസ് ഒപ്പിച്ചേരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്, റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിട്ടത്. എന്നിട്ട് ആ അയാളെ മൈൻഡ് പോലും ചെയ്ത് എന്ത് സങ്കടം പറയുന്നറിയോ? എന്താ ഡൊമൈനെ കാണിക്കുന്നത്? കഷ്ടമല്ല അതൊക്കെ. എന്റെ ബോസ്, എനിക്ക് ഈ റിലേഷനിൽ ഒരു താല്പര്യമില്ല. ടോമേ, നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്ന് ക്രിസ്ത്യനെ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയായിരുന്നു അത് അങ്ങനെയാണെന്ന്. പക്ഷെ എന്തെങ്കിലും ചെറിയൊരു സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടായെന്ന് വെച്ചോണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? താല്പര്യമില്ലെന്ന്, എനിക്ക് സൗന്ദര്യ പണക്കല്ലെന്ന്. ടോമൻ എന്തെങ്കിലും പേടിയുണ്ടോ? പിന്നെ പേടിയാണ്. പപ്പയെടുത്ത് പറയാൻ പേടിയാണ്. സെബാസ്റ്റ്യൻ സാറിന്റെ ഞാൻ സംസാരിച്ചോളാം. എടോ, ക്രിസ്ത്യനെ പോലത്തെ ഒരു കൊച്ചിനെ തനിക്കൊന്ന് ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കട്ടോ. ആ കൊച്ചിന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് സഹായിച്ചു കൊടുക്കും. എനിക്ക് ബോസ്, ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഈ ഒളിപ്പിച്ചിട്ട് കാര്യമില്ലാത്തോണ്ട് ഞാൻ പറയാം. ബോസ്, എനിക്ക് വേറെ റിലേഷൻ ഉണ്ട്. എന്താ? ആ, കാര്യമായിട്ട് ബോസിനെ അറിയാവുന്ന ഒരാള്. അതായത് അവനെ ഞാനും ജെസ്സിയും തമ്മിൽ റിലേഷനിലാണ്. ഞാനും ജെസ്സിയായിട്ട് റിലേഷനിലാണ്. ജെസ്സി, വേറെ ആരുടെയും പേര് കിട്ടിയില്ലേ? ഞാൻ ക്രിസ്ത്യനെ ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലത്തെ എന്തെങ്കിലും നമ്പർ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ജെസ്സി അത് ഇത്തിരി കടന്നു പോയി കേട്ടോ. ബോസെ, ഞാൻ പറഞ്ഞ ബോസ് ഒന്ന് വിശ്വസിക്കും. എന്തിന്? എനിക്ക് സത്യം അറിയാനുള്ള കാര്യം ഞാൻ ടോം പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നു. പോടാ നടന്നു. എങ്ങനെ പറഞ്ഞാലും ബോസ് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകമുള്ള ഞാൻ എങ്ങനെ വിശ്വസിക്കണമെന്നാണ് ടോം പറയണത്? ഞാൻ എന്ത് പറഞ്ഞ ബോസ്? ഞാൻ ഒരു കാര്യം ചെയ്യാം. അടുത്തത് ഇതാ കണ്ട, ഇനി ബോസ് വിശ്വസിക്കല്ലോ. കൊള്ളാം. ഫോട്ടോ ചെയ്തപ്പോഴത്തേക്ക് താടി മുടി. ഇത് ഫോട്ടോ ഒന്നുമില്ല, സൂക്ഷിച്ച് നോക്ക്. താടി മുടി എവിടെ? താടി മുടി എവിടെ? കള്ളത്തരം കാണിക്കുന്ന ആരെടുത്ത് പോടാ. ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ? LKG പിള്ളേർ പോട്ടെ, അവർക്ക് വരുന്നത് മനസ്സിലാവും. ഈ ഫേസ്ബുക്കിൽ മറ്റേ ഫോട്ടോ താഴെ ഒന്ന് കമന്റ് ചെയ്യണ കുറെ അമ്മമാരുണ്ടല്ലോ. അയ്യോ, കുട്ടിയെ ഞാൻ സഹായിക്കാം, കുട്ടിക്ക് എന്താ പറ്റിയത്, കാശ് ഞാൻ തന്നോളാം എന്നൊക്കെ പറയൂലേ. അവർ വിശ്വസിക്കും ഇതൊക്കെ. മറ്റേ കേശവമാര് പോകാൻ കൊടുക്കും. ബോസ്, ഇത് പഴയ ഫോട്ടോ. ഞാൻ എന്തുകൊണ്ട് ബോസ് വിശ്വസിക്കുന്നില്ലല്ലോ? ഞാൻ ഉള്ള കള്ളത്തിനെ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പോടാ ഇവിടുന്ന്. എന്നാലും ജെസ്സിയെ പറ്റി ഇങ്ങനെ പറയാൻ തോന്നിയിട്ടോ? എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാത്തത്. അല്ല, ഇനിയിപ്പോ എന്താ നിങ്ങൾ കല്യാണം കഴിയുമെന്ന് പറയാൻ പോകണം? കല്യാണം കഴിഞ്ഞ് അയ്യടാ, നേരത്തെ പറഞ്ഞ റിലേഷനിലാണ്, ഇപ്പൊ പറയും കല്യാണം കഴിക്കുന്നത്. നീ പറ, പിള്ളേരും കൂടെ ഉണ്ടെന്ന് പറ. ഞാൻ ഒരു കാര്യം പറയാം ടോമേ, ടോമിന് ക്രിസ്ത്യനെ പോലെ ഒരു ജന്മത്തെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേറെ ഇഷ്ടമുണ്ടല്ലോ. ഇത് പറയാനായിട്ട് ജെസ്സിയുടെ പേരെ കിട്ടിയുള്ളൂ. ടോമിന്റെ ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ടോം എന്റെ ജെസ്സിയുടെ പ്രേമത്തിൽ ഒരുപാട് ടോം എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നായിരുന്നു ജെസ്സിയെ, ടോമല്ലേ. ഞാൻ തന്നെ ലവ് ലെറ്റർ ജെസ്സിക്ക് കൊടുത്തായിരുന്നു, ടോമല്ലേ. എന്റെ കാര്യങ്ങളെല്ലാം ജെസ്സിയോട് തുറന്ന് പറഞ്ഞായിരുന്നു. എന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നാരും ടോമല്ലേ. സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. സമയത്ത് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ടോമിനെ സഹായിക്കാനുള്ള അവകാശം എനിക്കോട് കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. ക്രിസ്റ്റീനയുടെ കാര്യത്തിൽ ടോമിനെ ഞാൻ സഹായിച്ചിരിക്കും. എന്താണ് ആവശ്യമില്ല പറഞ്ഞത്? വല്ല സൗന്ദര്യ പണക്കൊണ്ട് ഞാൻ കൊച്ചിനടുത്ത് പറഞ്ഞ് സംസാരിക്കും. എന്തോ കാര്യം മനസ്സിലാക്കി എനിക്കറിയാം. അതൊക്കെയാണ് ചുമ്മാ ജെസ്സിയുടെ പേരൊക്കെ വലിച്ചടിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായി പോട്ടെ. പറ്റൂല, ഇറങ്ങിപ്പോ. ആ ക്രിസ്ത്യനോടെ സങ്കടപ്പെട്ടിരിക്കുന്നു. പോയുള്ള വിഷമം മാറ്റി പോ. ഫോട്ടോ കൊണ്ട് വന്നെങ്കിൽ വേറെ ഫോട്ടോ. ഞാൻ പോലും ജെസ്സിയോട് ഫോട്ടോ വന്നിട്ടില്ല. ഓക്കെ, വേറെ ഒന്നിക്കും കണ്ടാണെങ്കിൽ നല്ല മാച്ച്.